എന്തായാലും പ്രശാന്ത് പെട്ടുപോയിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ വല്ലാതെ ഭയമുണ്ട്. കാരണം ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം സ്വാമി അയ്യപ്പന്റെ കോപം ഉണ്ടാകുമോ, അനിഷ്ടമുണ്ടാകുമോ, ശാപമുണ്ടാകുമോ എന്ന ഭയം എന്തായാലും പ്രശാന്തിന് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഇനി ഒരു ടേണും കൂടി പ്രസിഡന്റായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ മഹാസംഗമം പൊളിഞ്ഞതോടുകൂടി അത് ഒരു രാഷ്ട്രീയമായ അയ്യപ്പ സ്വാമിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താനും ഒരു അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായല്ലോ എന്ന ഒരു കുറ്റബോധം പ്രശാന്തിന്റെ മനസ്സിൽ അല്ലാതെ കൂടിയിരിക്കുന്നു. അത് 2-3 ദിവസം മുമ്പ് തന്നെ സമ്മേളനം നടക്കുന്നതിന്, ഈ മഹാസംഗമം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്റെ പേടി സ്വപ്നമാണ്, ഞാൻ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ശബരിമല വിഷയങ്ങളെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാവം കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് വരികയും CPM ഒരു വലിയൊരു സ്ഥാനം വെച്ച് അദ്ദേഹത്തിന് തളികയിൽ കൊടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ വിധേയത്വം പാർട്ടിയോടും പിണറായിയോടും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിഹാരക്രിയ എന്ന നിലയിൽ ജ്യോതിഷൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു പരിഹാരക്രിയ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞതും അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും പ്രശാന്ത് വല്ലാതെ വിഷമത്തിലാണ്. പ്രശാന്തിന്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ ഭയത്തിലാണ്. ഇത് നടത്തി കഴിഞ്ഞാൽ ഇനി അയ്യപ്പന്റെ കോപം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇനി എന്താണ് കുടുംബ സമേതം ചെയ്യേണ്ടത് എന്ന അന്വേഷിക്കാൻ ഇനി അവർ ചില ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് പോകും എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്.